പുത്തൻവാദിക്കും അവനെ സഹായിക്കുന്നവനും രണ്ടാൾക്കുമുള്ള ശിക്ഷ പറയാണ് അല്ലാഹുവിന്റെ റസൂൽ. ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഒരു ഫർളോ സുന്നത്തോ ആയ ഒരു അമലും പുത്തൻവാദിയെ സഹായിക്കുന്നവന്റേതോ പുത്തൻവാദിയുടേതോ അല്ലാഹ് ഖബൂൽ ചെയ്യൂല. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, പേരോട് ഉസ്താദ് ബിദ്അത്തിന്റെ ഗൗരവം പറയുകയാണ്. ബിദ്അത്ത് ചെയ്തു കഴിഞ്ഞാൽ അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കർമ്മവും സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിനേക്കാളും ഗൗരവമുള്ള വിഷയമാണ് അവന് നരകത്തിലേക്ക് പോകും. അതേപോലെ ഔലുൽ കൗസർ തൊടയപ്പെടും. അവന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്നുള്ളതാണ് ബിദ്അത്തുകാരന്റെ. ഇനി ബിദ്അത്ത് എന്താണ് ബിദ്അത്ത് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറയട്ടെ, അതൊന്ന് നമുക്ക് കേൾക്കാം. കൊണ്ടുവരേണ്ടത് അത് മാറ്റം വരുത്തുന്നതിനല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതമാക്കാത്ത ഒരു കാര്യം മതമായി ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർത്ത് ചെയ്യുക എന്ന്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യം ദീനിലേക്ക് കൂട്ടിച്ചേർത്താൽ മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണ്. അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. ഒന്നുകൂടി വ്യക്തമായി നമുക്ക് പൊന്മള പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ശറയിൽ ഉള്ളതിനേക്കാൾ കൂട്ടിയത്, ഔ നുഖ്സ, അല്ലെങ്കിൽ ശറയിൽ ഉള്ളതിൽ ചുരുക്കിയത്. ഔ നുഖ്സ. എപ്പോഴാണ് ഈ ചുരുക്കലും അല്ലെങ്കിൽ ഏറ്റവും നടന്നിട്ടുള്ളത്? ഉത്തമമായ നൂറ്റാണ്ടുകൾ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകയോ കുറക്കുകയോ ചെയ്തു. എങ്ങനെ? മിൻ ഗൈരി ദലീലിൻ ശർഈ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതം ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കണ്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരു ഉത്തമ തലമുറയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹാബത്ത്, ത്വാബീങ്ങൾ, അത്ബാഉ ത്വാബീങ്ങൾ. ഈ 3 നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് പരിചയമില്ലാത്ത രൂപത്തിൽ ഇബാദത്തുകൾ ഉണ്ടാക്കി ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടി ചെയ്യുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. അപ്പോൾ ഇവര് ബിദ്അത്ത് കർമ്മത്തിൽ മാത്രമല്ല, ഇവര് വിശ്വാസത്തിൽ തന്നെ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. ശിർക്ക് പരമായിട്ടുള്ള കാര്യം ബിദ്അത്തുകൾ ഉണ്ടാക്കി ശിർക്കിലേക്ക് പോയ ഒരുപാട് ഉദാഹരണങ്ങൾ. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കാൻ പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂൽ മാതൃക കാണിച്ചു തന്നു. ഇവർ മരിച്ച ആളുകളോട് സഹായം ചോദിക്കാൻ പഠിപ്പിച്ചു. വിശ്വാസത്തിൽ വന്ന വ്യതിചലനാണ്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം അറവ് നടത്താൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാതൃക കാണിച്ചു തന്നു. എന്നാൽ ഇവര് ജാറത്തിലുള്ള ആളുകളെ പ്രീതിക്ക് വേണ്ടിയും വർഷാവർഷം ഓരോ റാത്തീബുകള്, മൗലൂദുകള്, ആണ്ട് നേർച്ചകൾ എന്ന് പറഞ്ഞ് ആ മരണപ്പെട്ടു പോയ ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അറവ് നടത്തി. അള്ളാഹുവിൽ മാത്രം ബരമേൽപ്പിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവര് മരിച്ച ആളുകളിലും ഉറുക്കുകളിലും ഏലസുകളിലും ജാറങ്ങളിലും ബരമേൽപ്പിക്കാൻ തുടങ്ങി. അള്ളാഹുവിന് മാത്രം നേർച്ച എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മതമാക്കി തന്നു. ഇവര് ജാറത്തിലുള്ള ആളുകളെയും മരണപ്പെട്ട ആളുകൾക്കും നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ തുടങ്ങി. വിശ്വാസത്തിൽ വ്യതിചലിച്ചു. അള്ളാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മതമാക്കി തന്നു. ഇവർ മരണപ്പെട്ട ആളുകളെയും ശൈഖുമാരെയും പിടിച്ച് സത്യം ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് ഖബർ കെട്ടിപ്പൊക്കുന്നത് വിരോധിച്ചു. ഇവർ അവിടെ ഖബർ കെട്ടിപ്പൊക്കി. അള്ളാഹിന്റെ റസൂല് മറ്റു സമുദായങ്ങളെ, ആചാരങ്ങളെ പിൻപറ്റുന്നതും തശബ്ബുഹ് ചെയ്യുന്നത് വിരോധിച്ചു. ഇവര് ഉറൂസുകളും ഉത്സവങ്ങളും ഉണ്ടാക്കി അന്യമത ആചാരങ്ങളെ കടമെടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിന്റെ സ്ഥലം ഈദിന്റെ ഇടമാക്കരുത്, ഉറൂസിന്റെ സ്ഥലമാക്കരുത്. ഇവർ ഖബറിന്റെ സ്ഥലത്ത് തന്നെ ഉറൂസിന്റെ ഇടമാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, 3 പള്ളിയിലേക്കല്ലാണ്ട് യാത്ര പുറപ്പെട്ട് നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ചു പോരുത്. ഇവര് നാഗൂറിലേക്കും മുത്തുപേട്ടയിലേക്കും അജ്മീറിലേക്കും മറ്റുള്ള ദർഗകളിലേക്കും പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പുറപ്പെടാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് നമുക്ക് സുന്നത്താക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മരണത്തെ ഓർക്കാനും. ഇവർ ഖബർ സിയാറത്ത് സുന്നത്താക്കി ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാനും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനും അവിടെ ഉറൂസ് കഴിപ്പിക്കാനും അവരുടെ അക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് റബ്ബിനോട് തേടാനും. അള്ളാഹുവിനോട് തേടേണ്ടത് അള്ളാഹുവിന്റെ നാമഗുണവിശേഷങ്ങൾ മുൻനിർത്തിയും നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തിയുമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഇവര് ഔലിയാക്കന്മാരുടെ അക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടം പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ വ്യതിചലിക്കുന്ന 100 കാര്യങ്ങൾ. ഇനി എല്ലാ കാര്യത്തിനും പ്രവാചകനിൽ മാതൃകയുണ്ടോ? നമുക്ക് പേരോടിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പറയട്ടെ, അവിടുത്തെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ മുതൽ പ്രസവത്തിന്റെ സമയത്തുള്ള ചരിത്രം മുതൽ ഓരോ സന്ദർഭങ്ങളിലുമുള്ള ചരിത്രങ്ങൾ, അതിന്റെ പുറമെ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് ചെരുപ്പ് ധരിച്ചു? അവിടുത്തെ ചെരുപ്പിന്റെ ആകൃതി എന്തായിരുന്നു? ആദ്യം ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു, പിന്നീട് ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു? അവിടുന്ന് കുപ്പായമിടുമ്പോൾ ആദ്യം ഏത് ഭാഗത്തെ, ഏത് കൈ, ഏത് ഭാഗം ആദ്യം കുപ്പായം ധരിച്ചു? അവിടുന്ന് കൈ കഴുകുമ്പോൾ ആദ്യം ഏത് കൈ കഴുകി? ഇങ്ങനെ തുടങ്ങി ഞാൻ പറഞ്ഞിട്ട്, ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വിരൽ കൊണ്ട് ഭക്ഷണം കഴിച്ചു? അത് ഏത് കൈയിന്റെ വിരലാണ്? ഇങ്ങനെ തുടങ്ങി നിങ്ങൾ ചിന്തിക്കുക, ഒരൊറ്റ ചലനങ്ങളും വിട്ടുപോകാതെ, ഒരു വിഷയവും വിട്ടുവന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചലനവും വിട്ടുപോകാൻ, അത് രാത്രി പാതിരക്ക് പ്രൈവറ്റ് റൂമിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും, ബാത്റൂമിന്റെ ഉള്ളിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും മുഴുവനും റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ചുരുക്കത്തെ എല്ലാ ചലനങ്ങളും, അതായത് ബാത്റൂമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ, അതുപോലെ പ്രൈവറ്റ് ജീവിതത്തിലുള്ള വിഷയങ്ങൾ വരെ മുഴുവനും റിപ്പോർട്ടുള്ള ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാതെ സമാനമായി വേറൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യയശാസ്ത്രക്കാരനും ഒരു പ്രസ്ഥാനക്കാരനും ഒരിക്കലും സാധ്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എല്ലാ മാതൃകയുണ്ട്. ബാത്റൂമിൽ എങ്ങനെ പോകണം, ബെഡ്റൂമിൽ എങ്ങനെ ആയിരിക്കണം, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്, എല്ലാ രേഖയിലുണ്ട് എന്ന്. അതാണ് പ്രവാചകൻ എന്ന്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയ പോരെ പേരോടെ എന്തിനാണ് ഈ പുത്തൻ വിദഅത്തുകൾ ഉണ്ടാക്കി നാട്ടുകാരെ നിങ്ങൾ ഇങ്ങനെ വഴിപഴിപ്പിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ആണ് സത്യം, നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് തെളിമാർന്ന ഒരു മാർഗത്തിലാകുന്നു, അതിന്റെ രാവും പകലും ഒരുപോലെയാകുന്നു, എന്റെ കാലശേഷം നാശകാരികളല്ലാത്ത അതിൽ നിന്ന് തെറ്റുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ പറ്റും, തറക്തു ഫീകും അംറൈനി, രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ വിട്ടേച്ചു പോവുകയാണ്, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം ഒരാളും വ്യതിചലിച്ചു പോവുകയില്ല, വഴി തെറ്റിച്ചു പോവുകയില്ല. എന്താണത്? ഒന്ന് അള്ളാഹുവിന്റെ കലാമും, രണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവര് എന്തൊക്കെയാണ് മതത്തിൽ കൂട്ടിച്ചേർത്ത് നോക്കൂ. ഹിജ്റ 365 മുളഫർ രാജാവ്, ഫാത്തിമിയാക്കൾ തുടങ്ങി മുളഫർ രാജാവ് വിപുലീകരിച്ചെടുത്ത നബിദിനം, അതിനുശേഷം അതിന് പിൽക്കാലത്തുണ്ടാക്കിയ ജാറ ഉത്സവങ്ങൾ, ഉറൂസുകൾ, നേർച്ചകൾ, അതേപോലെ തന്നെ നാരിയത്ത് സലാത്ത്, അതേപോലെ തന്നെ റാത്തിബുകള്, ഹദ്ദാദുകള്, അതേപോലെ മങ്കൂസ് മൗലൂദ് ഹിജ്റ 950, അതേപോലെ മൊഹീദ്ദീൻ മാല, അതേപോലെ മരണ വീട്ടിലുള്ള അനാചാരങ്ങള്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനകള്, സലാത്ത് മജ്ലിസുകള്, അതേപോലെ തന്നെ ഇവര് ദുആ മജ്ലിസുകള്, ഇങ്ങനെ എത്ര എണ്ണിയാൽ തീരാറത്ര കാര്യങ്ങള് ഇവര് മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ചെയ്യുന്നുണ്ട്. ഇതിന് പ്രവാചകനിൽ മാതൃകയുണ്ടോ? സ്വഹാബത്തിൽ മാതൃകയുണ്ടോ? താബീങ്ങൾക്ക് പരിചയമുണ്ടോ? അത്ബാഉ താബീങ്ങൾക്ക് പരിചയമുണ്ടോ? വേണ്ട, നാലിലൊരു മദ്ഹബിന്റെ ഇമാമിങ്ങൾ ആരെങ്കിലും പരിശുദ്ധ ഖുർആനും ഹദീസും ഗവേഷണം ചെയ്തുകൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഒരു രേഖയുമില്ല. ഇതൊക്കെ ചെയ്യുകയും ചെയ്യും, എന്നിട്ട് ഞങ്ങളാണ് അഹ്ലു സുന്നത്തിന്റെ ആളുകൾ എന്ന് പറയും ചെയ്യും. ഇത്തരം ആളുകളെ കുറിച്ച് അള്ളാഹു ഖുർആനിലും ഹദീസിലും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പരിശുദ്ധ ഖുർആനിലും പറഞ്ഞിട്ടുണ്ട് എന്ന് പേരോട് തന്നെ ഒന്ന് പറയുന്നതെന്ന് കേൾക്കൂ. ഞാനും മുഅ്മിനാണെന്ന് പറഞ്ഞാൽ പോരാ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. അല്ലാഹു തആല പറഞ്ഞു, ഖാലത്തിൽ അറാബു ആമന്ന. ചില അറാബികൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചു. ഓ നബിയേ, കുല്ലം തൂബിനൂ, തങ്ങൾ പറയൂ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. നിങ്ങളെ മനസ്സിൽ ഈമാൻ, അതേ ലമ്മ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളെ മനസ്സിൽ ഈമാൻ കടന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളാണ് അങ്ങനെ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന, യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആര് മാത്രമാണ്? അല്ലദീന ആമനൂ ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു, വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചു, സുമ്മലം യർതാബൂ, പിന്നെ അവർക്കൊരു സംശയവുമില്ല, ഉറച്ച വിശ്വാസം, വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം, അവരുടെ സമ്പത്തുകൾ കൊണ്ടും ശരീരം കൊണ്ടും അവർ അധ്വാനിച്ചു, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചു, പിന്നെ അതിൽ ഉറച്ചു നിൽക്കും, വിദ്അത്തുകളും ഖുറാഫാത്തുകളും ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ സന്താനങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അവരുടെ ആരോഗ്യം കൊണ്ടും ജിഹാദ് ചെയ്യുന്നു. നിങ്ങൾ അങ്ങനെയല്ലല്ലോ പേരോടെ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ മതം കച്ചവടവൽക്കരിച്ചിട്ട് ബിസിനസ് ആക്കി നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഇനി അടുത്തത് മൂപ്പര് പറയട്ടെ, ഒന്ന് കേൾക്കാം. അവരാണ് ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറയുന്ന വിഷയത്തിൽ സത്യം പറയുന്നവർ.
ഉറച്ച ഈമാന് വേണം നമുക്ക്. നമ്മുടെ ഈമാനാക്കും പണയം വെക്കരുത്, നമ്മുടെ ഈമാനാക്കും കവർന്നെടുക്കാൻ അവസരം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നബിതങ്ങൾ ഇത്തരം പുത്തൻവാദികൾ അവരുമായി അടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അത്തരം ആളുകളെ നിസ്കാരമോ അവരുടെ ദിക്റോ ഒന്നും കണ്ട് പെട്ടുപോകണ്ട. ഹബീബ് നബിതങ്ങൾ പറയാണ്, മൻ അഹദസ, വല്ലവനും പുത്തനാശയക്കാരനായാൽ അല്ലെങ്കിൽ പുത്തൻവാദിക്ക് ഗുണം ചെയ്തു കൊടുത്താൽ, പുത്തൻവാദിക്ക് അഭയം നൽകിയാൽ, അവന് ഇടം കൊടുത്താൽ, അവന് സ്ഥലം കൊടുത്താൽ, അവന് സഹായം ചെയ്താൽ, പുത്തൻവാദിക്കും അവനെ സഹായിക്കുന്നവനും രണ്ടാൾക്കുമുള്ള ശിക്ഷ പറയാണ് അല്ലാഹുവിന്റെ റസൂൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. അവരുടെ നമസ്കാരവും ദിക്റുകളും ദുആകളും ഒന്നും കണ്ടു പെട്ടുപോകരുതേന്ന് ഇവര് കൂട്ടിച്ചേർത്ത ഈ പുത്തൻവാദികളതേന്ന്. അള്ളാഹു റസൂലും പഠിപ്പിച്ച് അതിൽ ഒതുങ്ങി നിൽക്കണം. അല്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന്. നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് ഒരു വിഭാഗത്തെ വാട്ടി ഓടിക്കുന്ന ഒരു വിഭാഗമുണ്ട്, സ്വഹ്കൻ സ്വഹ്കൻ ലിമൻ ഗയ്യറ ബഅദി എന്ന് പറഞ്ഞിട്ട്. അത്തരം ആളുകൾ പെടാതിരിക്കാൻ സമസ്ത എന്നുള്ള ഒരു പുതിയ മതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുവാൻ. മറ്റൊരു ഹദീസ് കൂടി ഇവിടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബയിൽ പറഞ്ഞ ഒരു ഹദീസിനെ കുറിച്ച് നിവേദനം ചെയ്യുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബയിൽ പറഞ്ഞ ഒരു ഹദീസ്. അതിൽ പറയുന്നുള്ളത്, വായ കൊണ്ട് പണ്ഡിതനായ മുനാഫിക്കുകളെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ഇവരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവർ 1.5 മുഴം നാവ് വെച്ച് ജനങ്ങളെ എത്ര മാത്രമാണ് വഴിപഴപ്പിക്കുന്നത്. സത്യത്തോന്റെ 7 അയൽവക്കത്ത് പോലും ഇവരില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് കേൾക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നാം ഓരോരുത്തരെയും റബ്ബ് സുബ്ഹാനഹു വ തആല സത്യത്തിലായി ജീവിക്കാനും ആ സത്യത്തിലായി മരിപ്പിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.